ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ട്രാവൽ ബ്ലോഗാണ്. വേറെ എങ്ങോട്ടും അല്ല, കോഴിക്കോടുള്ള പഴനി ക്ഷേത്രത്തിലേക്കാട്ടോ. അപ്പോൾ ഇതെൻ്റെ അമ്മേൻ്റെ സിസ്റ്ററാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയാണ് കേട്ടോ പഴനി ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് 2-3 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. വളരെ അടുത്ത് തന്നെയാണ്. ഇത് ശരിക്കുള്ള പഴനി ക്ഷേത്രമല്ല, പഴനിമല എന്ന് പറഞ്ഞിട്ട് വേറൊരു ക്ഷേത്രമാണ്. അപ്പം ഞങ്ങൾ ഇപ്പം ക്ഷേത്രത്തിൽ പോയിട്ട് കുറച്ച് നാളായി. അങ്ങനെ അമ്മേൻ്റെ സിസ്റ്റർ വന്നപ്പോൾ അവരും വരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ വിചാരിച്ചു. അപ്പോൾ ഒരു മലേൻ്റെ മേലെ ആട്ടോ ഈ ക്ഷേത്രം വന്നത്. ഭയങ്കര കാമായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. കുറേ വളഞ്ഞ് ഹെയർ പിൻ പോലത്തെ റോഡാട്ടോ. ക്ഷേത്രത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് 2 വഴികളുണ്ട് കേട്ടോ. ഒന്ന് ഇതുപോലെ റോഡ് മാർഗത്തിൽ നമുക്ക് ക്ഷേത്രത്തിലെത്താം. കാറിലോ ബൈക്കിലോ വേണമെങ്കിൽ നമുക്ക് പോവാം. അതുമാത്രമല്ലാതെ തന്നെ പടികൾ ചവിട്ടിയിട്ട് നമുക്ക് ക്ഷേത്രത്തിലെത്താൻ പറ്റും. ഒരു കാട്ടിലൂടെയാണ് കേട്ടോ അതിൽ പോകുന്നത്. ഞാൻ ഒരു തവണ എങ്ങാനും അങ്ങനെ പോയിട്ടുണ്ട്. നല്ല ഒരു കാട്ടിലൂടെയുള്ള ഒരു യാത്രയൊക്കെ നല്ല അടിപൊളിയാണ്. പിന്നെ സ്റ്റെപ്സ് കയറണം. അപ്പം അങ്ങനെയും അമ്പലത്തിലേക്ക് വരാം കേട്ടോ. അതുപോലെ അമ്പലം പ്രത്യേകിച്ച് കാണാൻ എന്ന് പറഞ്ഞാൽ ഒരു തമിഴ്നാട്ടിലൊക്കെ ഉണ്ടാകുന്ന ഒരു സ്റ്റൈലിലാണ്. നമ്മൾ തമിഴ്നാട്ടിലുള്ള പഴനി ക്ഷേത്രത്തിനെ പോലെ തന്നെയാണ് ഇവിടുത്തെ ഈ ക്ഷേത്രവും കാണാൻ പറ്റുന്നത്. പിന്നെ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല കേട്ടോ. ഇവിടെ പോകാൻ പറ്റിയൊരു സമയം എന്ന് പറഞ്ഞാൽ രാവിലെയും വൈകുന്നേരമാണ്. ആ സമയത്ത് വെയിലില്ലാത്തതിനെ കൊണ്ട് അവിടെ നിന്നുള്ള വ്യൂ ഒക്കെ അടിപൊളിയാട്ടോ. നല്ല ഒരുപാട് കുന്നുകളൊക്കെ കാണാൻ പറ്റും. പിന്നെ അസ്തമയ സൂര്യനൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു വൈബായിരിക്കും. പിന്നെ ക്ഷേത്രത്തിൽ കയറാനാണെങ്കിലും നമുക്ക് രാവിലെയും വൈകുന്നേരം വരുന്നതാണ് നല്ലത്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ പേര് വരുന്നത് മേൽപ്പഴനി മുരുക ക്ഷേത്രം എന്നാട്ടോ. ഇത് വെള്ളിപ്പറമ്പയാട്ടോ സ്ഥിതി ചെയ്യുന്നത്. മയിലാടം കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ്. പൊതുവേ നമ്മൾ സൗത്ത് കേരളയിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലൊക്കെ കാണുന്ന ഒരു കൈൻഡ് ഓഫ് അമ്പലമാണ് അതിൻ്റെ ഒരു ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന അമ്പലത്തിൽ നിന്നൊരു വ്യത്യസ്തമാണ് കേട്ടോ. പിന്നെ ഇവിടെ വർഷത്തിലൊരിക്കലും ഉത്സവമൊക്കെ ഉണ്ട്. ഞാൻ ഇതുവരെ ഉത്സവത്തിന് വന്നിട്ടില്ല. അപ്പം എപ്പോഴെങ്കിലും വരണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അവിടുന്ന് നമുക്ക് പഞ്ചാമൃതമൊക്കെ കിട്ടും കേട്ടോ. ഭയങ്കര ടേസ്റ്റാട്ടോ പഞ്ചാമൃതം. പിന്നെ അമ്പലത്തിൻ്റെ അകത്ത് നമുക്ക് വീഡിയോഗ്രാഫി എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് അകത്തുനിന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അവിടെ കണ്ടൊരു വെറൈറ്റി ഫ്ലവർ ആട്ടോ. എനിക്ക് ഒന്നാമത്തെ ഫ്ലവറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എവിടെയും കണ്ടു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അവിടെ സ്റ്റക്കായി പോകും. അപ്പോൾ ഞാൻ ആ ഫ്ലവറിനൊക്കെ കണ്ട് നോക്കിയിട്ടേ ഞാൻ വരുള്ളൂ. അപ്പോൾ എനിക്ക് ചാമ്പയ്ക്ക പോലെയൊക്കെ തോന്നിയ ഒരു ഫ്ലവർ ആട്ടോ. അത് വിരിയുമ്പോൾ കണ്ടോ അങ്ങനെയാണുള്ളത്. മുട്ട് കാണാനാട്ടോ ചാമ്പക്ക പോലെ ഇരിക്കുന്നത്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ നടയൊന്നും വീഡിയോ എടുക്കാൻ അവർ സമ്മതിക്കുന്നില്ല. പിന്നെ അതിൻ്റെ ഉള്ളിലൊരു ആശ്രമം പോലെയൊക്കെ ഉണ്ട് കേട്ടോ, ഒരു ഗുരുവിനെയൊക്കെ. പക്ഷെ അതൊന്നും നമുക്ക് വീഡിയോ അവർ ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അത് അടിപൊളിയാട്ടോ കാണാനൊക്കെ. അതുപോലെ തന്നെ അവിടെ നിന്നുള്ളൊരു വ്യൂ ഒക്കെ ഉണ്ട്. അതൊക്കെ നല്ല ഭംഗിയാണ്.
പിന്നെ ഇതാട്ടോ ഞാൻ പറഞ്ഞ സ്റ്റെപ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, 2 വഴിയുണ്ട്. ഒന്ന് റോഡ് മാർഗ്ഗം നമുക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേരാം, അതുപോലെ തന്നെ ഈ ഒരു സ്റ്റെപ്പ് വഴി നമുക്ക് എത്തിച്ചേരാം. അപ്പം പഴനി, നമ്മൾ തമിഴ്നാട്ടിലുള്ള പഴനി ക്ഷേത്രത്തിൽ നമ്മൾ എന്തെങ്കിലും നേർച്ചയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടുന്ന് ചെയ്താലും മതി, അങ്ങനെയൊക്കെ വിശ്വാസങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയാണോ എനിക്ക് അത്ര ഉറപ്പില്ല. അപ്പം ഇതുപോലെ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ സ്റ്റെപ്പ് കയറി വരാം. കുറച്ച് ടയേർഡ് ആവുമെങ്കിലും പക്ഷെ നല്ല രസമാട്ടോ. ഫുള്ള് കാടാണ്. ഒരുപാട് ആൾക്കാർ ഈ വഴിയിലൂടെ നടന്ന് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ ഞാൻ മുമ്പൊരിക്കൽ ഇതേപോലെ ഈ സ്റ്റെപ്സ് വഴി കയറി വന്നിട്ടും ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ അവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് സെൻറ്റും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു നെല്ലിക്കമരമൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. നിറച്ചും നെല്ലിക്ക കേട്ടോ. ഈ ഒരു ഭാഗത്ത് മാത്രമേ അവർ ഫോട്ടോ എടുക്കാനും അതേപോലെ ഷൂട്ട് ചെയ്യാനൊക്കെ സമ്മതിക്കുന്നുള്ളൂ. അപ്പോൾ അവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ക്യാൻറ്റീനിൽ കയറി കാപ്പിയൊക്കെ വാങ്ങി കുടിച്ചു. പിന്നെ ഞാനൊരു മിൽക്ക് കേക്ക് വാങ്ങി കഴിച്ചു കേട്ടോ. മിൽക്ക് കേക്ക് കഴിച്ചിട്ടുണ്ടാവില്ലേ, പക്ഷേ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും മിൽക്ക് കേക്ക്. അപ്പോൾ ഇങ്ങനെ കേട്ടോ വാങ്ങി. കുറച്ച് കട്ടിയായിരിക്കും, പുറത്തൊക്കെ നല്ല കട്ടിയായിരിക്കും, ഉള്ളിൽ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടൊക്കെ. അങ്ങനെ ഞങ്ങളുടെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റിട്ടേൺ പോകും കേട്ടോ. തൻവി ഗോപിക്കുറിയൊക്കെ തൊട്ടിട്ടുണ്ട്, അവൾ തന്നെ തൊട്ടതാണ്, അതാണ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അമ്മേൻ്റെ സിസ്റ്ററും ഹസ്ബൻഡും വടകരയാണ്. അപ്പോൾ അവർ നേരെ അങ്ങോട്ട് പോകും. ഞങ്ങളവിടെ ഞങ്ങളെ വീട്ടിലിറക്കി തന്നിട്ട് അവർ ആ വഴിക്ക് അവിടേക്ക് പോവാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയ യാത്രാ വ്ലോഗായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആരെങ്കിലും കോഴിക്കോടുള്ള പഴനിമല ക്ഷേത്രം കാണാൻ ആഗ്രഹിക്കുന്നുള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് വിസിറ്റ് ചെയ്യാൻ വേണേ. അപ്പം പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവരോടും ടാറ്റാ ബൈ ബൈ.